അരുൺ രാജ. കരുനാഗപ്പള്ളി പോലീസുമായിട്ട് സംസാരിക്കുമ്പോൾ മറ്റെന്ത് വിവരങ്ങളാണ് നമുക്ക് കിട്ടിയത്? കാരണം ഈ പ്രതി വളരെ ആസൂത്രിതമായി ചെയ്തൊരു കൊലയാണല്ലോ ഇത്. കാര്യം ഒരാളെ പ്ലെയർ ഉപയോഗിച്ച് തലക്കടിച്ച് കൊലപ്പെടുത്തുക, എന്നിട്ട് അയാളെ കുഴിച്ചു മൂടുക, അത് കഴിഞ്ഞ് അതിൻ്റെ മുകളിൽ കോൺക്രീറ്റ് ചെയ്ത് തെളിവുകളെല്ലാം നശിപ്പിക്കുക. ഇതൊക്കെ വളരെ തന്ത്രപൂർവ്വം ഈ കൊലപാതകി വളരെ പരിചയസമ്പന്നെ പോലെ ചെയ്തിരിക്കുന്നു എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അരുൺ രാജ്. തീർച്ചയായും വളരെ തന്ത്രപരമായി അയാൾ ചെയ്ത കൊലപാതകമാണ്. 3 ദിവസമായി പോലീസ് ഈ വീടും ഇതിന്റെ പരിസരവും അടക്കം അരിച്ചു പറക്കുകയാണ്. ഈ ഭൂമിക്കടിയിലാണ് ഈ മൃതദേഹമെങ്കിൽ സ്വാഭാവികമായും കമ്പി കൊണ്ട് കുത്തി നോക്കിയാൽ ഈ മൃതദേഹം കുഴിച്ചിട്ട് ദിവസങ്ങൾ കഴിഞ്ഞാൽ അതിന്റെ ദുർഗന്ധം വമിക്കും. അത് പോലീസ് ഇന്നലെയും വിനയാന്നുമായി ഈ ഭാഗത്തടക്കം പരിശോധന നടത്തിയിരുന്നു. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിനെ കൊണ്ടെത്തിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിർണായകമായ തെളിവ് അത് ഈ വീടുമായി കേന്ദ്രീകരിച്ചാണ്. ഈ നിർമ്മാണം നടക്കുന്ന വീട്ടിലേക്കാണ് പോലീസ് ആദ്യം എത്തുന്നത്. പോലീസ് ആദ്യം എത്തുകയും ഈ വീടിന്റെ കുളിമുറി, ആ നിർമ്മാണം നടക്കുന്ന കുളിമുറിയിലാണ് ഈ ഇതുമായി ബന്ധപ്പെട്ട ചില കത്തിക്കരിഞ്ഞ അവശിഷ്ടങ്ങൾ പോലീസ് കണ്ടെത്തുന്നത്. അവിടെ പോലീസ് അത് ഉറപ്പിക്കുന്നത് ആ വീട്ടിൽ ഈ സ്ത്രീ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങൾ പ്ലാസ്റ്റിക്കിൽ പൊതിഞ്ഞ് കത്തിച്ചു എന്നുള്ളതാണ്. അത് പോലീസ് ഉറപ്പിക്കുന്നുണ്ട്. ഇത് സാങ്കേതിക പരിശോധനയിൽ പോലീസ് തെളിയിക്കുകയും ചെയ്തു. ഇതിനുശേഷമാണ് ഇതുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പോലീസ് ആദ്യഘട്ടത്തിൽ കരുനാഗപ്പള്ളി ACP അഞ്ജലി ഭാവനയ്ക്ക് കൈമാറുകയാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ പോലീസ് പിന്നീടും ഇതുമായി ബന്ധപ്പെട്ട ജയചന്ദ്രനിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ തേടി. ആ ജയചന്ദ്രൻ തേടിയ വിവരങ്ങളാണ് ഈ വീടിന്റെ ഈ ഭാഗത്തേക്ക് എത്തിച്ചത്. ഈ ഭാഗത്ത് കോൺക്രീറ്റ് ഇളക്കിയിട്ടിരിക്കുന്നതായി പോലീസിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട്. അവിടെയാണ് പോലീസ് ഇക്കാര്യങ്ങളിൽ മണ്ണിളക്കിയ ശേഷം വീണ്ടും ആ മൃതദേഹം കുഴിച്ചിടുകയും പിന്നീട് അവിടെ ഈ കോൺക്രീറ്റ് ഇടുകയും ചെയ്തു എന്ന് പോലീസ് സംശയിക്കുന്നത്. അങ്ങനെ ഈ ഏറ്റവും നിർണായകമായ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവുകൾ പോലീസിന് ലഭിച്ചിരിക്കുന്നത് ഈ നിർമ്മാണം നടന്നുകൊണ്ടിരിക്കുന്ന ജയചന്ദ്രന്റെ വീടിന്റെ സമീപത്തെ ഒരു വീട്ടിൽ നിന്നാണ്. എന്തായാലും പോലീസ് ഇക്കാര്യങ്ങളിലടക്കം വിശദമായ പരിശോധന അല്പസമയത്തിനകം തന്നെ നടക്കും. കാരണം ഏത് ഭാഗമാണ് എന്ന കാര്യത്തിൽ ജയചന്ദ്രൻ കൃത്യമായി പോലീസിനോട് ഇപ്പോൾ അതിന്റെ വിവരങ്ങൾ കൈമാറിയിട്ടുണ്ട്. കൊലപാതകത്തിന് കാരണം അത് പെട്ടെന്നുണ്ടായ പ്രകോപനമാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. പെട്ടെന്നുണ്ടായ പ്രകോപനത്തെ തുടർന്നാണ് താൻ ഈ തരത്തിൽ കൊലപാതകം ചെയ്തത്. ആ കൊലയ്ക്ക് ശേഷം എന്ത് ചെയ്യണമെന്നറിയില്ലായിരുന്നു. തല പിടിച്ചാദ്യം കട്ടിലിടിച്ചു. ഇതിനുശേഷം ഈ പ്ലെയർ കൊണ്ട് തലക്കടിച്ച് കൊലപാതകം ഉറപ്പുവരുത്തുകയായിരുന്നു. എന്നിട്ടും തനിക്ക് ആ കൊല നടന്നിട്ടുണ്ടോ അല്ലെങ്കിൽ മരണം സ്ഥിരീകരിക്കാൻ കഴിയാതെ പോയി. അതുകൊണ്ട് കഴുത്തിൽ കയറിട്ട് മുറുക്കി എന്നുകൂടി ജയചന്ദ്രൻ പോലീസിന് മുമ്പാകെ സമ്മതിച്ചിട്ടുണ്ട്. അങ്ങനെ അതിനിഷ്ഠൂരമായ ക്രൂരമായ ഒരു കൊലപാതകം. ആ കൊലപാതകം നടത്തിയ ശേഷം പ്രതി ആ കൊലപാതകത്തിൽ രക്ഷപ്പെടാൻ സ്വീകരിച്ചത് 2 മാർഗങ്ങളാണ്. ഏറ്റവും പ്രധാനം ഒന്ന്, ഈ മൃതദേഹം ആദ്യം ഒളിപ്പിക്കുക, ആ മൃതദേഹം ആദ്യം ആ സ്ഥലത്ത് നിന്ന് മാറ്റുക എന്നുള്ളതാണ്. രണ്ടാമത് പ്രതി ഈ വിജയലക്ഷ്മിയുടെ ഫോണുമായി ആദ്യം കടന്നത് എറണാകുളത്തേക്ക് ഫോണുമായി പോകുന്ന ഘട്ടത്തിൽ പ്രതിക്കൊരു ചെറിയ മിസ്റ്റേക്ക്, ഒരു പാളിച്ച അവിടെ പറ്റുകയാണ്. കാരണം ഈ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ പ്രതി മറന്നു പോവുകയാണ്. ഫോണുമായി എറണാകുളത്ത് എത്തിയെങ്കിലും KSRTC ബസ്സിൽ, അത് കണ്ണൂരിലേക്ക് പോകുന്ന എറണാകുളം കണ്ണൂർ KSRTC ബസ്സിലാണ് പ്രതി തന്ത്രപൂർവ്വം ഈ ഫോൺ നിക്ഷേപിക്കുന്നത്. ആ നിക്ഷേപിച്ച് കടന്നു പോകുന്ന ഘട്ടത്തിൽ ആ വാഹനത്തിലുണ്ടായിരുന്ന മറ്റൊരു യാത്രക്കാരൻ ഇത്തരത്തിൽ ഫോൺ അവിടെ അലക്ഷ്യമായി കിടക്കുന്നത് കാണുന്നു. ആ ഫോൺ സ്വാഭാവികമായും ആ യാത്രക്കാരൻ കണ്ടക്ടറെ ഏൽപ്പിച്ചു. കണ്ടക്ടർ ഇതുമായി ബന്ധപ്പെട്ട് തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കുകയും ചെയ്തു. ഇങ്ങനെ ഫോൺ ഉണ്ട് എന്ന് പറഞ്ഞ് അവിടെ ഏൽപ്പിച്ച് മടങ്ങുകയും ചെയ്തു. കരുനാഗപ്പള്ളി പോലീസ് വിജയലക്ഷ്മിയുമായി ബന്ധപ്പെട്ട് ഈ തെളിവുകൾ ശേഖരിക്കുന്ന ഘട്ടത്തിലാണ് ഈ ഫോണിനെ സംബന്ധിച്ച് ചില സംശയങ്ങൾ ഉണ്ടാവുകയും ഈ കരുനാഗപ്പള്ളിയിൽ നിന്ന് ഈ ഫോണിൻ്റെ ലൊക്കേഷൻ എടുക്കുകയും ചെയ്ത് അത് എറണാകുളത്താണെന്ന് മനസ്സിലാക്കുന്നു. അതുമായി ബന്ധപ്പെട്ട CDR പരിശോധിച്ചപ്പോഴാണ് ജയചന്ദ്രൻ എന്ന വ്യക്തി, അതുമായി ബന്ധപ്പെട്ട ഒരു വലിയ ശൃംഖല അടക്കമുള്ളവരുടെ ഫോൺ നമ്പറുകൾ പോലീസിന് മുമ്പിലേക്ക് എത്തുന്നത്. ആ ഫോൺ നമ്പറുകൾ സോർട്ട് ചെയ്ത ഘട്ടത്തിലാണ് ജയചന്ദ്രനാണ് പ്രതി എന്ന പോലീസ് ഉറപ്പിക്കുകയും ജയചന്ദ്രനെ കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യാൻ പോവുകയും ചെയ്തത്. പക്ഷേ ആദ്യ 2 ദിവസം ജയചന്ദ്രൻ ഇതുമായി ബന്ധപ്പെട്ട യാതൊരു വിവരങ്ങളും പോലീസുമായി പങ്കുവെക്കാൻ തയ്യാറായില്ല. പൂർണ്ണമായും ഒഴിഞ്ഞു മാറുന്ന സ്ഥിതിയായിരുന്നു ഉണ്ടായിരുന്നത്. ഒടുവിൽ കുറ്റം സമ്മതിക്കേണ്ടി വരികയാണ് ചെയ്തത്. കാരണം പോലീസ് ഈ തെളിവുകൾ നിരത്തിയപ്പോൾ ആദ്യം അയാൾ പറഞ്ഞത്, ഞങ്ങൾ പരസ്പരം കണ്ടു, ഓച്ചിറയിൽ വെച്ച് കണ്ട് പരസ്പരം പിരിഞ്ഞുപോയി, മലയാളപ്പുഴയിൽ പോകണമെന്നാണ് വിജയലക്ഷ്മി പറഞ്ഞത്. എവിടേക്ക് പോകുമെന്ന് തനിക്കറിയില്ല എന്നുള്ളതാണ്. അവിടെയാണ് പോലീസ് തങ്ങളുടെ കയ്യിലുള്ള അടുത്ത CDR എടുത്ത് പുറത്തേക്കിടുന്നത്. ഒരുമിച്ച് ഈ അമ്പലപ്പുഴ വരെ എത്തിയതിൻ്റെ വിവരങ്ങൾ, അതുമായി ബന്ധപ്പെട്ട ടവർ ലൊക്കേഷൻ പോലീസ് മുമ്പോട്ട് വെച്ചപ്പോൾ ഒടുവിൽ പ്രതി അമ്പലപ്പുഴയിൽ എത്തിയതായി സമ്മതിക്കുന്നു. KSRTCയുടെ ഒരു വെയിറ്റിംഗ് ഷെഡിൽ ഇരുന്നു. അവിടെ വെച്ച് ഞങ്ങൾ പിരിഞ്ഞുവെന്നാണ് പറഞ്ഞത്. പക്ഷേ അവിടെയും തീർന്നില്ല. ഒടുവിൽ ഫോൺ ലൊക്കേഷൻ സ്വിച്ച് ഓഫ് ആവുന്നതിന് മുമ്പ്
ഇവിടെയാണ് എന്ന് പോലീസ് മനസ്സിലാക്കുന്നു. അങ്ങനെയാണ് ജയചന്ദ്രനാണ് പ്രതിയെന്ന് പോലീസ് ഉറപ്പിച്ച് ഇവിടേക്ക് എത്തുന്നത്. പക്ഷേ ഇവിടെ എത്തി പോലീസ് പരിശോധന നടത്തുമ്പോഴും നാട്ടുകാർക്ക് സംശയം ഉണ്ടാകാതിരിക്കാൻ വേണ്ട നടപടികൾ പോലീസ് ചെയ്തിരുന്നു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഭൂമിക്കടിയിലാണ് ഈ ബോഡി ഉള്ളതെങ്കിൽ അത് സ്വാഭാവികമായും കമ്പി വെച്ച് കുത്തുമ്പോൾ അതിൽ ദുർഗന്ധം വമിക്കും. അങ്ങനെ എന്തെങ്കിലും സാധ്യതകൾ ഉണ്ടോ എന്ന് പോലീസ് ആരാഞ്ഞു. പക്ഷേ പോലീസിന്റെ ആദ്യഘട്ട പരിശോധനയിൽ അത്തരം കാര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇതിനുശേഷം മാത്രമാണ് പോലീസ് ജയചന്ദ്രനെ ഇന്ന് പുലർച്ചെ ചോദ്യം ചെയ്ത് അതിൽ അടിവരയിട്ട് ഉറപ്പിക്കുന്നു. ഇതിൽ ഒരു കൊലപാതകമാണ്. ഈ കൊലപാതകം നടത്താനിടയായ സാഹചര്യം പെട്ടെന്നുണ്ടായ പ്രകോപനമാണ്. ഇരുവരും തമ്മിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. കരുനാഗപ്പള്ളിയിലെ അഴീക്കൽ മത്സ്യബന്ധന ഹാർബറിൽ വെച്ച് കണ്ടുമുട്ടിയ പരിചയം. ആ പരിചയം പിന്നീട് സൗഹൃദമാകുന്നു. സൗഹൃദം പിന്നീട് അടുത്ത സൗഹൃദത്തിലേക്ക് കലാശിക്കുന്നു. അതാണ് ഒടുവിൽ ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത് എന്ന് പോലീസ് ഉറപ്പിച്ചിട്ടാണ് നിലവിൽ ഇപ്പോൾ ജയചന്ദ്രനുമായി പോലീസ് ഈ വീട്ടിലേക്ക് അല്പസമയത്തിനകം എത്തുക. എന്തായാലും പോലീസ് ഇക്കാര്യത്തിൽ പൂർണ്ണമായും വിജയിച്ചിരിക്കുന്നു. കരുനാഗപ്പള്ളി പോലീസ് ലഭിച്ച ഒരു മിസ്സിംഗ് പരാതി, ഒരു ആളെ കാണാനില്ല എന്ന പരാതി, ആ പരാതി എങ്ങനെ വെറുതെ തള്ളിക്കളയാൻ കരുനാഗപ്പള്ളി പോലീസ് തയ്യാറായില്ല. അതിന് പിന്നാലെ പോലീസ് കൂടുകയായിരുന്നു. ഒടുവിൽ അത് വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാനും തയ്യാറായില്ല. പ്രതിയിലേക്ക് എത്തുന്നു. അതിന്റെ സാധ്യതകൾ, ആ കൊലപാതക സാധ്യതകളടക്കം തേടി അതുമായി ബന്ധപ്പെട്ട തെളിവുകളടക്കം ശേഖരിച്ച ശേഷമാണ് ഇപ്പോൾ പോലീസ് ഈ പ്രതിയുമായി ഇവിടേക്ക് എത്താൻ പോകുന്നത്. ഓക്കെ, അരുൺ രാജാണ് വിവരങ്ങൾ